ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റസ്മിൻസ് കിച്ചൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചായക്കട സ്റ്റൈൽ ഉള്ളിവടയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായി കിട്ടുകയുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ 3 വലിയ സവാള നൈസാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് കടലമാവ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചത്, 1/2 ടീസ്പൂൺ കായംപൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കണം. വെള്ളം കുറേശ്ശെയായി ചേർത്ത് കുഴച്ചാൽ മതി. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് വേണ്ടത്. ഞാനിപ്പോൾ ഇത് കുഴക്കാനായിട്ട് 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്താലേ വടകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. മാവൊന്നും കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായി ഞാനിവിടെ ഒരു ബൗളിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ കൈ മുക്കിയിട്ട് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാ വടയും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഉള്ളിവടകളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്, ഒരു രക്ഷയില്ല. ശരിക്കും ചായക്കടയത്തെ അതേ ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.